തൊമ്മനും മക്കളും നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞ്, ഷാഫി ഇതെൻ്റെ 505ാമത്തെ സിനിമയെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ പുള്ളി തമിഴിലും തെലുങ്കിലും ഒക്കെ അത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ട്. പുള്ളി എന്നെ കളിയാക്കി പറയായിരുന്നു, ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു മുറുക്കാഞ്ചൊല്ലം തരൂർക്ക് തോക്കും തരുമെന്ന് പറയും. എന്നെ കാണുമ്പോൾ തന്നെ മുറുക്കാഞ്ചൊല്ലം തോക്കും എടുത്ത് നോക്കും. ഞാൻ എന്ത് ചെയ്യാനാണ്? മലയാള സിനിമയിലെ എടി എന്ന് വിളിക്കുന്ന ഒരാളാണ് രായേട്ട്. എടി പൊന്നമ്മേ എന്നാ ഉണ്ടറി, സുഖാണോടി, എടി ബാബു ഉണ്ടറി, ഇതിന് മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഈ എടി എന്ന് പറഞ്ഞിട്ട് ഈ എടയൊക്കെ ചില സമയത്ത് ഒരാൾ തിരിയുന്നവരെയൊക്കെ രാജേട്ടൻ വിളിക്കും. ഒരിക്കലും സ്ക്രിപ്റ്റിൽ അതാ സ്ക്രിപ്റ്റിൽ നമ്മൾ ഒരു ഇടയൊക്കെ എഴുതി നമുക്ക് നമ്മൾ സിനിമ ഇട ഇങ്ങോട്ട് നോക്കടാ ഇതൊക്കെ പറഞ്ഞ് എത്രയോ ഇടകളൊക്കെ വെച്ച് നാടകം ഉയരായ അപ്പൻ SJ ദേവിന്റെ അതേ പാതയിൽ പതിയെ നടന്നു തുടങ്ങിയ ചേർത്തലക്കാരൻ. കർട്ടന്റെ മുന്നിലും പിന്നിലും രാപ്പകൽ ഭേദമന്യേ പല റോളുകളിൽ പണിയെടുത്ത ആ കുട്ടി നാടക പ്രണയി പതുക്കെ നാടകരംഗത്തെ സൂപ്പർ താരമായില്ലെങ്കിൽ എന്താണ് അത്ഭുതം? ഒരു നാടകവണ്ടിയുടെ മുൻ സീറ്റിലിരുന്ന് തന്റെ ചേർത്തല ജൂബിലി തിയേറ്റേഴ്സിന്റെ ജീവാത്മാവും പരമാത്മാവുമായ ആ മനുഷ്യൻ നടത്തിയ പരശതം നാടകയാത്രകൾക്കൊടുവിൽ നാടകരംഗത്ത് അദ്ദേഹത്തെ സൂപ്പർ താരമാക്കിയ ഒരു കഥാപാത്രം പിറന്നു വീണു. കാട്ടുകുതിര. മലയാള സിനിമയിലെ വില്ലൻ നിരയിലെ രാജൻ P. ദേവ് യുഗത്തിന് പിറവി നൽകിയ കാർലോസിലേക്കുള്ള കാസ്റ്റിംഗ് കൂടിയായിരുന്നു കാട്ടുകുതിരയിൽ സംഭവിച്ചത്. ക്രൂരരും രസികനുമായ വില്ലൻ ടെംപ്ലേറ്റുകളുടെ എക്കാലത്തെയും ടെക്സ്റ്റ് ബുക്കായ കാർലോസിൽ നിന്നും സ്വഭാവ നടനും സഹനടനും ടൈറ്റിൽ ക്യാരക്ടറുകളുമൊക്കെയായി കരിയർ മിനുക്കുമ്പോഴും കാലം കൈയടിക്കുക തന്നെയായിരുന്നു അഭിനയ ശൈലിയിലെ ആ രാജപ്രഭാവത്തിൽ. കഥാപാത്ര വൈവിധ്യങ്ങളിലൂടെ 2 പതിറ്റാണ്ട് കാലം ദക്ഷിണേന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിന്ന പ്രതിഭാധനൻ. മണിമല വക്കച്ചനും അനിയൻ ബാവയും IG രാജൻ ഫെലിക്സും തൊമ്മനും പാമ്പ് ചാക്കോച്ചനുമെല്ലാമായി മലയാളികളുടെ ഹൃദയത്തിൽ എക്കാലത്തും ഇടം നേടിയ ഒരാൾ. ഓർമ്മയിലെന്നും രാജൻ P. ദേവ്. നാടകവും സിനിമയും അടങ്ങുന്ന രാജൻ P. ദേവിന്റെ അഭിനയ വഴിയിലെ സഹയാത്രികൻ. എഴുതിയ ഒട്ടുമിക്ക സിനിമകളിലും രാജൻ P. ദേവ് എന്ന അതുല്യ പ്രതിഭയ്ക്ക് മികച്ച കഥാപാത്രങ്ങൾ നൽകിയ ഒരാൾ. എനിക്ക് നിങ്ങൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട അദ്ദേഹത്തെ ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹൃദയപൂർവ്വം സ്വാഗതം, ബെന്നി P. നായരമ്പലം. ബെന്നി ചേട്ടാ സ്വാഗതം. ഓർമ്മയിലെന്നും രാജൻ P. ദേവ് എന്ന് പറയുന്ന ഈ ലക്കത്തിലേക്ക്. ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ രാജൻ P. ദേവ് സാറിനും ബെന്നി ചേട്ടനും ഒരു നാടകത്തിന്റെ വലിയ പാരമ്പര്യമുണ്ട്. ഇടയ്ക്ക് 2 നാടകം ചെയ്തു, അതേ സിനിമയിലൊന്നും അങ്ങനെയല്ല. ഒരുപാട് വർഷത്തെ നാടക പാരമ്പര്യമുണ്ട്, നാടക ബന്ധങ്ങളുണ്ട്. അപ്പം സിനിമയിലെത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ടോ, പരിചയപ്പെട്ടിട്ടുണ്ടോ നാടകവുമായി ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും. അതായത് രാജേട്ടൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സമയത്ത് കാട്ടുകുതിര എന്ന് പറയുന്ന ഒരു നാടകം ഭയങ്കര ഹിറ്റാണെന്ന് ഇങ്ങനെ കേട്ടു. അന്ന് നാടക ഭ്രാന്തായിട്ട് നടക്കുന്ന കാലമാണ്. അപ്പം അന്ന് നാടകങ്ങൾ, ഗംഭീര നാടകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലതും. KPSCയുടെ നാടകങ്ങളൊക്കെ അന്ന് വളരെ ഇഷ്ടപ്പെട്ട നാടകങ്ങളായിരുന്നു. പക്ഷെ സൂര്യസോമയുടെ കാട്ടുകുതിര എന്ന് പറയുന്നത് ഭയങ്കര വൈറൽ സംഭവമായിരുന്നു അന്ന്. അതായത് കോമഡിയിലൂടെ ഭയങ്കര ഒരു കൊമേഴ്സ്യൽ ഹിറ്റ്, ഒരു ബമ്പർ ഹിറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഭയങ്കര ജനപ്രിയ. അന്നത്തെ അവസ്ഥ വൈറൽ എന്നുള്ള വാക്കില്ല, അന്നത്തെ വൈറൽ, അന്നത്തെ വായ കൊണ്ട് പറഞ്ഞ് അറിഞ്ഞൊക്കെയാണ്. അപ്പൊ അത് ഒരു അന്ന് ഒരു മമ്മൂക്ക, മോഹൻലാൽ എന്നൊക്കെ പറയുന്ന ഒരു ഇമേജ് പോലെ ഒരു നാടക നടന ജനം തിരിച്ചറിയുകയും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു. കൊച്ചുവാവ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് ചെയ്യുന്ന അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ട് ഇതൊന്ന് കാണണമെന്നുള്ള ആവേശത്തിൽ ഞാനൊരു ഓപ്പൺ സ്റ്റേജിൽ കാട്ടുകുതിര നാടകം കാണുകയാണ്. അന്നാണ് രാജേട്ടനെ സ്റ്റേജിൽ വെച്ച് ആദ്യമായിട്ട് കാണുന്നത്. അത് ഗംഭീരമായിട്ട് ചിരിയും കയ്യടിയൊക്കെ പ്രേക്ഷകർ നിറഞ്ഞ സദസ്സിൽ കയ്യടിച്ച് കണ്ട ഒരു നാടകമാണ്. ആ നാടകം കണ്ടതോടെ തന്നെ നമുക്ക് ഭയങ്കര ആരാധന ഈ പുള്ളിയോട്. കാരണം ഒരു സ്റ്റേജിൽ നിന്നിട്ട് ലൈവായിട്ട് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ 2-2.5 മണിക്കൂർ അതൊരു അത്ഭുതം തന്നെയായിരുന്നു. അന്നാണ് രാജേട്ടനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. എന്ന് പരിചയപ്പെടാനൊന്നും സാധിച്ചില്ല. പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ പല നാടകങ്ങളും നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സൂര്യസ്വാമിന്ന് പോകുന്നതിന് ശേഷം പിന്നെ പുള്ളി ഹരിശ്രീ തിയേറ്റേഴ്സിലാണ് അഭിനയിച്ചത്. അവിടെ മുല്ലപ്പൂക്കൾ ചുവന്നപ്പോൾ എന്ന് പറയുന്ന നാടകം, കുരുത്തോല കൊണ്ടൊരു കൊട്ടാരം,
ഈ 2 നാടകങ്ങളും ഞങ്ങളുടെ നാട്ടിൽ കളിപ്പിച്ചു. ആ സമയത്ത് ഞാൻ നേരിട്ട് എന്ന് പുള്ളിനെ പരിചയപ്പെട്ടു. അപ്പോൾ എല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറുന്നൊരു സ്വഭാവമാണ് പുള്ളി. എന്താണ് എന്ത് ചെയ്യണം, പഠിക്കണം എന്നൊക്കെ ചോദിച്ച് അങ്ങനെയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് പുള്ളിനെ കണ്ടുമുട്ടുന്ന ഒരു സൗഹൃദം ഉണ്ടാകുന്നത്. ഇരിക്കാം. അങ്ങനെ വേദിക്ക് ബാക്കിൽ വെച്ച് പരിചയപ്പെടുന്നു, നിങ്ങൾ തമ്മിലൊരു ചെറിയ സൗഹൃദം ഉണ്ടാകുന്നു. പക്ഷെ പിന്നീട് ബെന്നിച്ചേട്ടൻ എപ്പോഴാണ് രാജൻ പി ദേവ് സാർ ട്രൂപ്പ് തുടങ്ങിയത്? എപ്പോഴാണ്? അതായത് ഹരിശ്രീ തിയേറ്റേഴ്സിൽ നിന്ന് 1 കൊല്ലോ 2 കൊല്ലോട്ട് അഭിനയിച്ചെന്ന് തോന്നുന്നു. അതിന് ശേഷം രാജേട്ടൻ സ്വന്തമായിട്ട് തുടങ്ങുന്ന തിയേറ്ററാണ് ജൂബിലി തിയേറ്റേഴ്സ് ചേർത്തല. അതെ. അവരുടെ ആദ്യത്തെ നാടകം എൻ്റെ ഓർമ്മയിൽ ആദിത്യമംഗല ആര്യവൈദ്യശാല എന്ന് പറയുന്ന നാടകം, CK ശശി എന്ന് പറയുന്ന നാടകത്താണ് അത് എഴുതിയത്. അതും ഹിറ്റായിരുന്നു. അങ്ങനെ ജൂബിലി തിയേറ്റേഴ്സ് എസ്റ്റാബ്ലിഷായി അത് ഇങ്ങനെ നല്ല നാടകങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ നാടകങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ കളിപ്പിക്കും. അവരായിട്ടനെ കാണും, ഗ്രീൻ റൂമിൽ ചെന്ന് വർത്താനം പറയും. അങ്ങനെ ഒരു ബന്ധമാണ്. അത് തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. പിന്നെ അതായത് സ്റ്റേജിന്റെ ബാക്കി വെച്ച് പരിചയപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ ആ ബന്ധം കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. അതിനുശേഷം ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് എഴുത്ത് തുടങ്ങിയ ഒരു സമയമാണ്. ഏകാംഗ നാടകങ്ങൾ എഴുതിയിട്ടുള്ള പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു ഏകാംഗ നാടകം ഭയങ്കര കോമഡിയിലൂടെ ഹിറ്റായിരുന്നു. അത് ആ പ്രദേശത്ത് പള്ളിയിലും അമ്പലത്തിലൊക്കെ കളിച്ചു. അതിന്റെ പേരെന്തായിരുന്നു? അത് ജാക്കി സാഗർ അന്തപ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കിറ്റ് മോഡൽ. അന്ന് ഈ TV ചാനലിലൊന്നും ഇല്ലാത്ത കാലമാണ്, ആകെ ദൂരദർശൻ മാത്രമല്ലേ ഉള്ളു. അപ്പൊ ഒരു സ്കിറ്റ് ലൈനുള്ള പരിപാടിയായിരുന്നു. അനൗൺസ്മെന്റ് തൊട്ട് കോമഡിയാണ്. അപ്പൊ അത് ഭയങ്കര ശരി കിട്ടിയ പരിപാടി ആയതുകൊണ്ട് ഈ രാജേട്ടന്റെ ട്രൂപ്പിന്റെ ഒരു സെക്രട്ടറി ജേക്കബ് ഞാറക്കൽ, അദ്ദേഹം നടനുമാണ്. അപ്പൊ അദ്ദേഹമായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഞാറക്കക്കാരനായതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ ചെന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നൊരു ബന്ധമുണ്ട്. അപ്പോൾ ജയിക്കപ്പേട്ടനാണ് എന്നോട് ഒരു തവണ വന്ന് പറയുന്നത്, എടാ നിൻ്റെ ഒരു നാടകം ഭയങ്കര ഹിറ്റാന്ന് കേട്ടല്ല, കോമഡി, അതൊരു 2 മണിക്കൂറാക്കി വലുതാക്കി എഴുതാൻ പറ്റുമോ? രാജൻ പി ദേവിന് ഈ വർഷത്തെ നാടകം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഓഫർ ഇങ്ങോട്ട് കിട്ടിയാണ് എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് 2 മണിക്കൂറാക്കിയാലും രാജേട്ടന് പറ്റിയൊരു ക്യാരക്ടർ അതിൻ്റെ അകത്തില്ല. രാജേട്ടനെ കണ്ടുകൊണ്ട് എഴുതിയാലേ അങ്ങനെയുള്ള ഒരു സംഭവം റെഡിയാവുള്ളൂ എന്ന് പറഞ്ഞു. അന്നാ നീ എഴുത്, രാജൻ പി ദേവിനെ കണ്ടിട്ട് നീ ഒരു സാധനം എഴുതുന്നു, ഇങ്ങോട്ട് ഓഫർ കിട്ടണേ. അതൊരു പെരുന്നാളിൻ്റെ അന്നൊരു നേർച്ച സദ്യയുടെ സമയത്താണ് അത് അദ്ദേഹത്തെ കാണുന്നത്, ഈ ഓഫർ കിട്ടുന്നത്. അപ്പം എനിക്ക് ആവേശമായി. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എടുക്കോ? എടുക്കാം. അത് അന്നപ്പോൾ CK ശശി എന്ന് പറയുന്ന നാടകത്തുണ്ട്. അദ്ദേഹം ഭയങ്കര തിരക്കായിട്ട് 10-15 നാടകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നാടകം ജസ്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, അമ്പാട്ടുപറമ്പിൽ അപ്പുണ്ണിമാമൻ എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ സ്ക്രിപ്റ്റ് കിട്ടാതിരിക്കുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ ഒരു ഓഫർ പറഞ്ഞിട്ടുണ്ട്, കിട്ടി. അപ്പം ഞാനിത് എടുക്കുമെന്നറിയില്ല, എങ്കിലും ഞാനത് ഇരുന്ന് എഴുതാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ രാജൻചേട്ടന് പറ്റിയൊരു കഥാപാത്രത്തെ കണ്ടെത്തി അങ്ങനെ ഒരു കുടുംബകഥ എഴുതി. ആദ്യമായിട്ടൊരു 2 മണിക്കൂർ മിച്ചമുള്ള ഒരു സ്ക്രിപ്റ്റ് എഴുതുകയാണ്. അതെ, ആദ്യമായിട്ട്. ആ ഏകാംഗമാണ് ആകെ എഴുതിയേക്കണ ഒരു പരിചയം. അതെ, പ്രൊഫഷണൽ നാടകങ്ങൾ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമുള്ളൂ. അന്ന് പ്രിന്റഡ് നാടകങ്ങളൊന്നും അധികം വായിച്ചിട്ടുമില്ല, ചെറിയ ഏകാംഗ നാടകങ്ങളൊക്കെ വായിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇന്റർവെൽ വരെ എഴുതിയിട്ട് ഞാൻ നിർത്തി, കാരണം ഇത് എടുക്കുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ ഇന്റർവെൽ വരെ എഴുതിയെന്ന് പറഞ്ഞിട്ട് ഒരു അടുത്ത സ്റ്റേജിൽ ഇതുപോലെ സ്റ്റേജിന്റെ പിന്നാമ്പുറത്ത് ഗ്രീൻ റൂമിൽ ചെന്ന് പറഞ്ഞ്, അപ്പോൾ ജയിക്കപ്പെട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ഇവരാണ് നാടകത്ത് ഞാൻ പറഞ്ഞ ആള് എന്ന് പറഞ്ഞു. നീ എഴുതിയിട്ടുണ്ടാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇന്റർവെൽ വരെ എഴുതി എന്ന് പറഞ്ഞു. എന്നാൽ നീ പൂർത്തിയാക്ക്, എന്നിട്ട് ഒരു ഡേറ്റ് കുറിച്ച് വെച്ച് ജൂൺ 2, 8 അങ്ങനെ ഒരു തീയതി ഡയറിയിൽ എഴുതിയിട്ട് പറഞ്ഞ്, നാടകങ്ങളുടെ സീസൺ ഈ സമയത്ത് അവസാനിക്കും, അപ്പോഴേക്ക് നീ ചേർത്തല വന്നാൽ മതി, നമുക്ക് നാടകം വായിച്ച് കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ജൂൺ മാസം ആകാൻ വേണ്ടി കാത്തിരുന്നു. ചില ഏറ്റവും പുതിയ കാണുന്ന ആളുകൾക്ക് ഈ നാടകങ്ങളുടെ സീസൺ എന്നുള്ള വാക്ക് കണക്ട് ചെയ്തില്ലെങ്കിൽ അത് ഏതാണ്ടൊരു ക്രിസ്മസ് തൊട്ട് ഉത്സവകാലം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വരെയൊക്കെയാണ് നാടകങ്ങളെ. മെയ് വരെ കളിക്കും. അത് കഴിഞ്ഞാൽ ജൂൺ, ജൂലൈ മഴക്കാലാകുമ്പോൾ അടുത്ത കൊല്ലത്തേക്കുള്ള നാടകം. ഈ സമയത്തൊരു ഹിറ്റായ നാടകം ഒരു മാസം 25-26 നാടകം മിനിമം. ബാക്കി യാത്രയ്ക്ക് സമയമില്ലാണ്ട് പോകും. ഞാൻ 60 നാടകം ദിവസം 2 വെച്ച് 60 നാടകം കളിക്കും ദിവസം. 2 നാടകമാണ്. കാരണം ഒരു ഫൈനാൻസ് സൊസൈറ്റിയിൽ ഒരു 6:30-7 മണിക്ക് ഒരു ഷോ ഉണ്ടാവും, അത് കഴിഞ്ഞ് 10-10:30 ഒരു 2 നാടകം കളിക്കാത്ത ദിവസങ്ങൾ കുറവാണ്. അതാണ് നാടക സീസൺ. അതെ. അത് കഴിഞ്ഞിട്ട് ജൂണിൽ ഞാൻ ചെല്ലുമ്പോൾ ചേർത്തലയിൽ ഇതുപോലെ ബസ് കയറി ചെല്ലുമ്പോൾ രാജേട്ടൻ ആശുപത്രിയിലാണെന്ന് അറിയുന്നത്. ഒരു ബൈക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് എക്സ്റേ ഹോസ്പിറ്റലിൽ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ഓട്ടോറിക്ഷ പിടിച്ച് വന്ന് അവിടെ ചെന്നപ്പോൾ റൂമിൽ കാലൊക്കെ ഇങ്ങനെ പൊക്കി കെട്ടി ശാന്തമ്മ ചേച്ചി കൊണ്ട്. അപ്പോൾ എടാ നീ വന്ന ദിവസം ഇങ്ങനെ ആയിപ്പോയി. ഞാൻ പറഞ്ഞു നാടകം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു.
നീ ഇതുവരെ വന്നതല്ലേ, ഏതെല്ലാം ഡോറിൻ്റെ കുറ്റി ഇട്ടിട്ട് വായിക്കുന്നു പറഞ്ഞു. ഞാൻ വെറുതെ കിടക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ ആ ഹോസ്പിറ്റലിലെ മുറിയുടെ ഡോറിൻ്റെ കുറ്റി ഇട്ടിട്ട് അവിടെ ഇരുന്നിട്ട് നാടകം വായിക്കും. അപ്പം ഞാനൊരു ക്രമത്തിലുള്ള ഒരു ലെഡ്ജർ പോലത്തെ പുസ്തകത്തിലൊന്നല്ല എഴുതിയേക്കണം. ഞാൻ ഈ പഠിക്കുന്ന പുസ്തകത്തിൻ്റെ ബാക്കി പേജുകളിൽ എഴുതിയിട്ട് ഒരു 4-5 നോട്ട് ബുക്ക് ഉണ്ട്. അപ്പോൾ നീ ഇതിലൊക്കെയാണ് എഴുതിയേക്കണം. ഞാൻ പറഞ്ഞു ഫുൾ സ്കാപ്പ് പേപ്പറൊന്നും മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിലറിയാതിരിക്കാൻ വേണ്ടി പഠിക്കുന്ന പുസ്തകത്തിൻ്റെ പുറകിൽ നാടകം എഴുതിക്കൊണ്ടിരിക്കുക. ഞാനപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് നാടകം വായിക്കുന്നു. നാടകം വായിച്ച് അതിലെ കോമഡി ആക്കുമ്പോൾ പുള്ളി ചിരിക്കുമ്പോൾ കാലനങ്ങുമ്പോൾ വേദനിക്കും. അപ്പോൾ ശാന്തം ചേച്ചി പറയും, അനങ്ങാതെ കിടക്ക്, നാടകം പിന്നെ വായിക്കുക എന്ന് പറയും. അപ്പോൾ പറയില്ല, വായിക്കട്ടെ എന്ന് പറയും. മുഴുവൻ ഇൻ്റർവെൽ വരെ നാടകം എഴുതിയത് വായിച്ചു കിട്ടിയപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പി ആയി. പുള്ളി പറഞ്ഞു, പിന്നെ ഇൻ്റർവെലിന് ശേഷം എങ്ങനെ പോകുന്നപ്പോൾ ഞാൻ ഏകദേശം ഒരു രൂപം പറഞ്ഞു. അപ്പോൾ നീ അത് മുഴുവനാക്കിയിട്ട് നമുക്ക് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒന്നും കൂടി വായിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആവേശമായി. കാരണം ഇൻ്റർവെൽ വരെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ തിരിച്ചു വന്നിട്ട് നാടകം പൂർത്തിയാക്കിയതിന് ശേഷം ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് ചെന്ന് അന്ന് ചെന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സദസ്സുണ്ട്. പുള്ളിയുടെ കൂട്ടുകാർ PP സാർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരു 5-8 പേരുടെ സംഘത്തിൻ്റെ നടുവിലാണ് നാടകം വായിക്കാനിരിക്കുന്നത്. അതെ. അന്നെന്ന് പറഞ്ഞാൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഗ്രി പാസ്സായി ജസ്റ്റ് നിൽക്കുന്ന പ്രായമാണ്. അപ്പൊ എന്നെ കണ്ട ഒരു നാടകത്തിന്റെ ലുക്കോ ഒന്നുമില്ല, ഒരു പയ്യൻ ഇങ്ങനെ ചാൻസ് വെച്ചു. നാടകത്തിന് പൊതുവേ ഒരു ബുദ്ധിജീവി ലുക്കും ചില പ്രത്യേക താടിയും ബീഡിയൊക്കെ വേണം. നാടകൃത്ത് എന്ന് പറഞ്ഞാൽ താടിയും മുടിയും മിഷൻ ചുബയൊക്കെ ഇട്ട് തോൾസഞ്ചി എന്നൊക്കെ പറയുന്ന ഒരു കാരിക്കേച്ചറാണ്. അപ്പൊ എന്ന് പറഞ്ഞാല് എന്റെ പ്രായമുള്ള നാടകൃത്തുക്കളൊന്നും ഇല്ലെന്ന്. അപ്പൊ എനിക്ക് ഈ 19 വയസ്സാണെന്ന്. അപ്പൊ എന്നെ കണ്ടപ്പോ തന്നെ ഈ രാജേട്ടന്റെ കൂട്ടുകാർ പറഞ്ഞു, രാജൻ വീണ്ടും അപകടത്തിൽ ചാടാൻ പോവുകയാണ്. അത് പിന്നീട് അവർ തന്നെ പറഞ്ഞ ഏതൊരു പയ്യൻ്റെ ഏത് സംഭവം എടുക്കാൻ പോണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാടകം വായിച്ച് ഇതിലെ ഹ്യൂമറൊക്കെ വർക്കായി, ഇവരൊക്കെ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർ പരസ്പരം മുഖത്തോട് നോക്കിയിരുന്നു. അത് ഈ ഏതോ ഒരു പയ്യൻ്റെ നാടകം എടുത്ത് അപകടത്തിൽ ചാടുന്നെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ നാടകം എഴുതിയത് ആരാ, സംവിധാനം ചെയ്തത് ആരാന്ന് നോക്കിയിട്ട് മിനിമം ഒരു 100 സ്റ്റേജ് എല്ലാ കൊല്ലവും പല ട്രൂപ്പിനും കിട്ടും. മെയിൻ എഴുത്തുകാരുടെ നാടകങ്ങൾക്ക് ഓൾറെഡി നേരത്തെ ബുക്കിംഗ് വരും. നേരത്തെ വരും. ഫൈനാൻസ് സൊസൈറ്റികളൊക്കെ നാടകം അനൗൺസ് ചെയ്യുമ്പോൾ ഫെബ്രുവരിയിലും മാർച്ചിലും ഒക്കെ ഉള്ള നാടകത്തിന് ഡിസംബറിൽ ബുക്കിംഗ് വരും, പ്രശസ്തരായ എഴുത്തുകാരാണെങ്കിൽ. അല്ലെങ്കിൽ ഈ നാടകം കളിച്ച് പേര് പടർന്നാലേ കിട്ടുള്ളൂ. അതെ, അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വായിക്കുന്നു, ഇവർ പരസ്പരം നോക്കുന്നു. അപ്പൊ ഒരു അരമണിക്കൂർ നാടകം കഴിഞ്ഞപ്പോഴേക്കും രാജേട്ടൻ പറഞ്ഞ് നിർത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനാകെ ഷോക്കായി. എന്നിട്ട് പുള്ളി അകത്തേക്ക് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ വായിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടല്ലോ, എന്ത് ഇഷ്ടപ്പെട്ടില്ല? അകത്ത് പോയിട്ട് ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു. വായന തുടർന്നോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നീടുള്ള വർഷങ്ങൾ സ്ക്രിപ്റ്റ് വായിക്കുന്നത് വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം വെച്ച് മെഴുകുതിരി കത്തിച്ചിട്ടേ വായിക്കുള്ളൂ. അത് പുള്ളിയുടെ ഒരു രീതിയാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തൊന്ന് പുള്ളി മനസ്സ് തീരുമാനിച്ചതുകൊണ്ട് അങ്ങനെ ഒരു സാധനം നടന്നതാണ്. അത് കഴിഞ്ഞ് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് വെച്ച് എല്ലാവരോടും അഭിപ്രായം ചോദിച്ചു പറഞ്ഞു, രാജന് പറ്റിയ നാടകം എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. നന്നായിട്ടുണ്ട്. വേറെ വേതാളം പൈലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് സെൻട്രൽ ക്യാരക്ടർ. അപ്പോൾ രാജേട്ടന് അഴിഞ്ഞാടാനുള്ള സംഭവം, കോമഡിയും സെന്റിമെന്റ്സും ഒക്കെ ഉണ്ട്. പക്ക കുടുംബകഥ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നാണ് നാടകത്തിൻ്റെ പേര്. ഒരു ക്രിസ്മസ് രാത്രി തുടങ്ങി അടുത്ത ക്രിസ്മസ് രാത്രിയിൽ അവസാനിക്കുന്ന നാടകം. അപ്പോൾ അത് സെലക്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ എന്നോട് വെച്ചാൽ നിനക്ക് വല്ല ഡിമാൻഡ് ഉണ്ടോ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ മുഖമൊന്ന് മാറി. പുള്ളി വിചാരിച്ചു വല്ല കാശൊക്കെ ചോദിക്കാൻ പോകണം. ഞാൻ പറഞ്ഞു ഇതിലെ ഇളയ മകൻ്റെ റോൾ എനിക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞു. നീ അഭിനയിക്കുമോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ വേണ്ടി ആ റോൾ എഴുതിയെന്ന് പറഞ്ഞു. നീ അഭിനയിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അഭിനയിക്കാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു സാങ്ഷൻ അവിടെ വെച്ച് കിട്ടിയിരുന്നു. അതിനുശേഷം ആ നാടകം റിഹേഴ്സൽ ചെയ്തു. അപ്പോഴേക്കും അമ്പാട്ടുപറമ്പിൽ അപ്പുണ്ണിമാമ എന്ന് പറഞ്ഞ നാടകം കിട്ടിയിട്ടില്ല. ഈ നാടകം CK ശശിയുടെ അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ നാടകം റിഹേഴ്സൽ ചെയ്ത് ഇനാഗുറേഷൻ നടത്തി കളി തുടങ്ങി. പാലാ ഫൈനാൻസ് സൊസൈറ്റിയിലാണ് ആദ്യത്തെ കളി കളിക്കുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ പുഴയുടെ തീരത്തൊരു ഓഡിറ്റോറിയം ഉണ്ട്, അവിടെയാണ്. അത് കഴിച്ച് ഇതിന് ബുക്കിംഗ് കിട്ടി. കാര്യം ബെന്നിച്ചേട്ടൻ പ്രീ ഡിഗ്രി എന്നൊക്കെയാണ് പറഞ്ഞെങ്കിലും ചോദിക്കാൻ പാടില്ലാത്താണെങ്കിലും വെറുതെ ഓർമ്മകളാണല്ലോ ഇവിടെ. ഇത് ഏതാ വർഷം? എനിക്ക് തോന്നുന്നു ഒരു 88 87 ആ സമയത്ത് പല ഫ്രണ്ട്സുകളിൽ പോയാണ്. അതെ ഓർക്കുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നാടകം. അപ്പൊ ഇത് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് പള്ളികളിലൊക്കെ അത്യാവശ്യം കളിക്കും. ക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ ഇനി കൂടുതൽ കളിച്ചില്ലെങ്കിലോ ബൈബിൾ വാക്യമാണല്ലോ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. അപ്പോൾ ഈ അമ്പാട്ടുപറമ്പിൽ അപ്പുണ്ണിമാമൻ എന്നുള്ള നാടകം കൂടി ഈ CK ശശിനെ അന്വേഷിച്ചിട്ട്, അന്ന് ഫോണൊന്നും ഇല്ലാത്ത കാലോ,
പുള്ളി അതോ ഒളിവിലിരുന്നിട്ട് വേറെ ട്രൂപ്പിനൊക്കെ വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളി എന്നെ കിട്ടാത്തൊരവസ്ഥയിൽ രാജേട്ടൻ എന്നോട് വെച്ച് അമ്പാട്ടുപറമ്പിൽ അപ്പുണ്ണിമാമൻ എന്നുള്ള ടൈറ്റിലിൽ ഒരു കഥ ഉണ്ടാക്കിയിട്ട് 2ാമത്തെ നാടകവും നിനക്ക് എഴുതാൻ പറ്റുമെന്ന് വെച്ച്. അപ്പൊ ഈ ഒരു നാടകത്തിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് ഓഫ് സീസൺ ആയതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, ഒരു 10-15 ദിവസത്തെ ഗ്യാപ്പ്. ഓഫ് സീസൺ ഓണത്തിന് 2-3 കളി കളിച്ചാലേ തിരക്ക് വരുള്ളൂ. നവംബർ മാസം ഒരു ഫ്രീ കിട്ടും. ഇത് ജൂണിലാണ് ഇപ്പൊ ഇനാഗ്രേഷൻ കഴിഞ്ഞേക്കണം. ജൂൺ ജൂലൈ ഒക്കെ ഓഫ് സീസൺ ആണ്, നാടകങ്ങൾ കുറവായിരിക്കും. അതെ. അപ്പൊ അവിടെ ചേർത്തല മുനിസിപ്പൽ ലോഡ്ജിൽ തന്നെ ഒരു റൂം വന്നിട്ട് എന്നോട് 2ാമത്തെ നാടകം എഴുതാൻ പറഞ്ഞു. അങ്ങനെ അമ്പാട്ടുപറമ്പിൽ അപ്പുണ്ണിമാമനും ഞാൻ അവിടെ ഇരുന്ന് ഒരു 10 ദിവസം കൊണ്ട് നാടകം എഴുതുന്നു. സെയിം ടീം തന്നെ റിഹേഴ്സൽ ചെയ്യുന്നു. ഈ ടീം തന്നെ റിഹേഴ്സൽ ചെയ്ത് ആ നാടകം ഇറക്കുന്നു. ഈ 2 നാടകങ്ങൾ ഒപ്പം കളിച്ചുകൊണ്ട് ഈ ടീം തന്നെ കളിക്കുകയാണ്. പക്ഷെ വലിയ തൊല്ലാട്ടോ, 2 നാടകം ഒരേ ടീം കാണാപ്പാടം പഠിക്കുക, റെക്കോർഡ്. അയ്യോ, അപ്പൊ അതിലും ഈ ടീം തന്നെ ആയതുകൊണ്ട് ഞാനും അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ തുടക്കം തന്നെ 2 നാടകം എഴുതുകയും 2 നാടകത്തിൽ അഭിനയിക്കുകയും രാജേട്ടൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കണം. അപ്പൊ രാജേട്ടൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ നമുക്ക് വേണ്ട സജഷൻസും അഭിനയിക്കുന്നതിൻ്റെ രീതികളും എല്ലാം നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, ആദ്യമായിട്ട് അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ 2 നാടകങ്ങൾ ഇറക്കിയെങ്കിലും അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതിയാണ് കൂടുതൽ ഹിറ്റായത്. ക്ഷേത്രങ്ങളിൽ അത് മതി, കാരണം അത്രക്ക് വിചാരിച്ച ഇല്ല. അപ്പൊ ഭയങ്കര രസമായിട്ട് പോകുന്നൊരു നാടകമായിരുന്നു. അതിലാണ് പുള്ളിക്ക് ഏറ്റവും മികച്ച നടനുള്ള ആ വർഷത്തെ സംസ്ഥാന അവാർഡും കിട്ടുന്നത്. അതെ. അതുപോലെ തന്നെ അതിന് കേൻഡസ് അവാർഡ്, അങ്ങനെ കുറെ പ്രൊഫഷണൽ അവാർഡുകളും കിട്ടി. അപ്പോൾ അതിന് ഈ നാടകം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. മലയാള പ്രൊഫഷണൽ നാടകവേദിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നാടകത്തിന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ബെന്നി പി നായരമ്പലം എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ബെന്നിയെയും ജൂബിലിയും നിങ്ങൾ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ടാണ് നാടകം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഇത് നാടകകൃത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ നാടകകൃത്ത് എന്നുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റും അഭിനയിക്കുന്നതുകൊണ്ട് എന്നെയും പെട്ടെന്ന് ആൾക്കാർ തിരിച്ചറിഞ്ഞു. അപ്പോൾ രാജേട്ടൻ അന്ന് ഈ കാല് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം മുടന്തിയാണ് നടക്കുന്നത്. അപ്പോൾ പലപ്പോഴും നടക്കുമ്പോൾ സഹായം വേണ്ടി വരുന്നതുകൊണ്ട് ഞാനാണ് ഈ കൈ പിടിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് ഇറക്കുന്നതും വണ്ടി കയറാനും, അതുപോലെ ചില ഈ കുന്നും പ്രദേശത്തൊക്കെ ചെല്ലുമ്പോഴൊക്കെ പിടിച്ചു കയറ്റുന്നത്. അപ്പോൾ പലപ്പോഴും പലരും മോനാണെന്നൊക്കെ ചോദിക്കും. സ്വന്തം മോനല്ല, പെങ്ങളുടെ മോനാണെന്നൊക്കെ പറയും പുള്ളി. അങ്ങനെ വളരെ വാത്സല്യപൂർവ്വം കൊണ്ടുവരുന്ന വെച്ച ആളാണ്. വെന്നിച്ചേട്ടൻ ഒരു കൊല്ലം ഏറ്റവും കൂടുതൽ എത്ര നാടകം എഴുതിയിട്ടുണ്ട്? ആദ്യത്തെ കൊല്ലങ്ങൾ 2-3 കൊല്ലം ജൂബിലിക്ക് മാത്രമേ ഞാൻ എഴുതുള്ളായിരുന്നു. കാരണം ഭയങ്കര മടിയായിരുന്നു. കാരണം രാജേട്ടനാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് നീ ഉഴപ്പാണ്ട് അടുത്ത കഥ ആലോചിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരണം. അപ്പം ജൂബിലിക്ക് വേണ്ടി തന്നെ ഒരു 16-17 നാടകം എഴുതിയിട്ടുണ്ട്. മൊത്തം ഞാൻ 42 നാടകം എഴുതിയിട്ടുണ്ട്, ബാക്കിയുള്ള സമിതി എല്ലാം കൂടി. അതിൽ പല നാടകങ്ങളും പിന്നീട് സിനിമയായി മാറിയിട്ടുണ്ട്. ഞാൻ ഒരാളെ കൂടെ ഈ അവസരത്തിൽ നമ്മളോടൊപ്പം ക്ഷണിക്കുകയാണ്. നിരവധി ചിത്രങ്ങളിൽ രാജൻ പി ദേവിന് മികച്ച വേഷങ്ങൾ സമ്മാനിച്ച ഒരാൾ, ഒരുപക്ഷെ ഇത്രയും വില്ലനായിട്ടൊക്കെ നിൽക്കുന്ന സമയങ്ങളിൽ നിന്ന് മികച്ച കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഒരാൾ, മലയാള സിനിമയിൽ തിയേറ്ററുകളെ പിടിച്ചുകുലുക്കിയ, തിയേറ്ററുകളിൽ വലിയ വലിയ പൊട്ടിച്ചിരികളും കയ്യടികളും സമ്മാനിച്ച സംവിധായകൻ. സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഷാഫി സാർ. ഷാഫി സാർ സ്വാഗതം. ബെന്നിച്ചേട്ടനെ കിട്ടിയോണ്ട് കുറേയധികം നേരം നാടകത്തിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഷാഫി സാറിന് അങ്ങനത്തെ ഒരു നാടക പരിപാടികൾ ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ചെറുപ്പത്തിലൊക്കെ ചെറിയ അങ്ങനത്തെ പ്രൊഫഷണൽ നാടകങ്ങളില്ല അല്ലേ? അപ്പം ഷാഫി സാർ കാണുമ്പോഴത്തേക്ക് രാജൻ പി ദേവ് സാർ പൂർണ്ണമായിട്ടും സിനിമാ നടനാണ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള. അല്ല, എനിക്ക് കാട്ടുകുതിര സമയത്തെ അറിയായിരുന്നു. കാട്ടുകുതിര എന്ന് പറയുന്ന നാടകത്തിലൂടെയാണല്ലോ രാജേട്ടൻ ഭയങ്കര പ്രശസ്തനായത്. അപ്പം നമ്മൾ വളരെ ചെറുപ്പത്തിൽ സിനിമ കണ്ട് ശീലമുള്ള ആളാണ്. നാടകങ്ങൾ കാണുമായിരുന്നു. കാട്ടുകുതിര കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ എനിക്ക്. ആ സമയത്ത് എന്തോ മിസ്സായി പോയതാ. പക്ഷെ ആ ക്യാരക്ടറിൻ്റെ 100 പേര് വന്ന് കഥ പറഞ്ഞ നാടകം കംപ്ലീറ്റ് അറിയാം. അങ്ങനെ പിന്നീട് മറ്റേ ഹരിശ്രീയിൽ വന്നപ്പോഴുള്ള നാടകങ്ങളിൽ അപ്പം രാജേട്ടനെ എല്ലാവർക്കും കേരളത്തിൽ നല്ല പ്രശസ്തനായിരുന്നല്ലോ. അതെ, എനിക്ക് തോന്നുന്നത് ഈ കാർലോസ് എന്ന് പറയുന്ന ഇന്ദ്രജാലത്തിലെ കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പം ഓൾറെഡി പ്രശസ്തനായ ഒരു നാടകത്തിലുള്ള ആളാണ് ഈ സിനിമയിൽ ഇന്നോവേഷൻ ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ളൊരു പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു. ഒരു പുതിയ നടന്നുള്ള രീതിയിലല്ല വന്നത്. അത് ഈ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, എൻ്റെ നാടകത്തിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ മലയാള മനോരമയിൽ വന്നു. ആ ഇന്റർവ്യൂവിൽ സിനിമയെക്കുറിച്ചുള്ള, അപ്പോൾ കാട്ടുകുതിര
സിനിമ സമയമാണത്. ആ കാട്ടുകുതിര സിനിമയായപ്പോൾ തിലകൻ ചേട്ടനല്ല റോൾ ചെയ്ത്. ഉവ്വ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കഷൻ ഈ ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമയിലേക്ക് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് കാട്ടുകുതിരയിൽ ആ വേഷം കിട്ടാത്തതിൽ വിഷമമുണ്ടെന്നുള്ള കാര്യമൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞത്. ആ ഇന്റർവ്യൂ അയച്ചിട്ടാണ് ഡെന്നീസ് ജോസഫും തമ്പി കണ്ണന്താനവും ഇന്ദ്രജാലത്തിലേക്ക് വിളിക്കുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർലോസൊക്കെ വരുന്നതിന് മുമ്പ് സിദ്ദിഖ് ലാൽ സ്ക്രിപ്റ്റ് എഴുതിയ ഒരു പടമുണ്ട്, പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ പറഞ്ഞത്. സത്യജിത്താണ് ഡയറക്റ്റ് ചെയ്ത. ആ പടത്തിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്, പുലിയ അങ്ങനെ എന്തൊരു കോമഡി വില്ലൻ. അങ്ങനെ അതിൽ ചെയ്തിട്ടാണ് പിന്നെ ഇത് വരുന്നത്. അതിനുശേഷം പക്ഷെ കാർലോസ് എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അതെ അതെ. പിന്നെ ഇപ്പൊ അദ്ദേഹത്തിന് അത് തുടരാൻ പറ്റി എന്നുള്ളതാണ്. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് മോഹൻദാസ് സാർ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. അപ്പം കീരിക്കാടൻ ജോസ് എന്ന് പറയുന്ന ഒരു വില്ലൻ ചെയ്യുന്നു. ഒരു സിനിമ ഒരു വില്ലൻ, അതാണ് ഏറ്റവും ജനകീയരായ ക്യാരക്ടർ. 30 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ആ വില്ലനെ പറയുന്നുള്ളൂ. പക്ഷേ രാജൻപിയുടെ ഒക്കെ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കുന്നത് കാർലോസ് കഴിഞ്ഞിട്ട് പതുക്കെ കാർലോസിൽ നൂരാൻ പറ്റി. കാർലോസ് എന്ന് പറയുന്ന ഒരു വില്ലനിൽ നിന്ന് അവനവനെ ഊരിയെടുത്ത് കൊണ്ടുപോയി എല്ലാ സിനിമകളിലും വേറെ വേറെ തരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളൊരു അതുല്യ നടനായിരുന്നു എന്നുള്ളതാണ് അല്ലേ? അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഒന്ന് ചെയ്ത പടമാണല്ലോ തൊമ്മനും മക്കളും. പിന്നെ ചേട്ടൻ എഴുതി, ഞാൻ ഡയറക്റ്റ് ചെയ്ത. അപ്പോൾ അതിൻ്റെ തമിഴ് ചെയ്തിരുന്നു, വിക്രമാണ് അഭിനയിച്ചത് തമിഴിൽ. അപ്പോൾ വിക്രമിന് എന്താണ് ചാന്തുപൊട്ട് ഇവിടെ വളരെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്, ചാന്തുപൊട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കൂട്ടു വിളിച്ചിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് കണ്ടത് സിനിമ കണ്ടിട്ട് പുള്ളി പുറത്തിറങ്ങിയിട്ട് ആദ്യം പറഞ്ഞത്, ഈ തൊമ്മനും മക്കളിലെ രാജൻ പി ദേവും ചാന്തുപൊട്ടിലെ രാജൻ പി ദേവും തമ്മിൽ ഒരു ബന്ധമില്ല, രണ്ടാൾക്കാരാണ് തോന്നുന്നു. സത്യമാണ്. അതാ. അപ്പം പുള്ളി എന്നിട്ട് എടുത്തു പറഞ്ഞു, മലയാളത്തിലെ ആർട്ടിസ്റ്റുകളിലെ ഒരു സംഭവം അതാണ്. ഓരോ കഥാപാത്രങ്ങളായിട്ട് മാറുമ്പോൾ തുറയിലാശാനോ അങ്ങനെ അതിൽ വ്യത്യാസമല്ല. മറ്റേ ചോട്ടാ മുംബൈയിലുള്ള പാമ്പ് ചാക്കോ വേറൊരാളല്ല, 100% വേറൊരാളാണ്. ബോഡി ലാംഗ്വേജ് മാറല്ലേ. അത് നമുക്ക് അങ്ങനത്തെ ഒരു പിടി നടന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് പ്രേക്ഷകരോട് ഒരു കാര്യം കൂടെ, പലർക്കും അറിയാവുന്ന കാര്യമുണ്ട് എങ്കിലും ഈ ചാന്തുപൊട്ടിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. ചാന്തുപൊട്ട് എന്ന് പറയുന്ന സിനിമയും ബെന്നിച്ചേട്ടന്റെ നാടകമായിരുന്നു. അറബിക്കടലും അത്ഭുത വിളക്ക് എന്ന് പറയുന്ന നാടകമായിരുന്നു. ആ നാടകം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ കേന്ദ്ര കഥാപാത്രമായ രാധാകൃഷ്ണൻ, അന്ന് പേര് വേറെ ആയിരുന്നു, വേറെ അത് അവതരിപ്പിച്ചത് ബെന്നിച്ചേട്ടനായിരുന്നു. ഇപ്പം നമ്മള് കാട്ടുകുതിര രാജേട്ടൻ എത്രയോ വേദികളിൽ ചെയ്തെങ്ങനെ സിനിമയപ്പ് തിലകൻ ചേട്ടൻ ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഇത് സിനിമയപ്പ് ദിലീപേട്ടനാണ് ചെയ്തെങ്കിലും അതിന്റെ നാടകത്തിന്റെ വെർഷനിലെ ഹീറോ ആയിട്ടുള്ള ആളാണ് ബെന്നിച്ചേട്ടൻ. അത് ആ സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെയായിരുന്നു. ആ കഥാപാത്രത്തിന്റെ ഒരു വിഷയമാണ് അതിന്റെ കാതലായ വിഷയം. പക്ഷെ രാജേട്ടന് അതിനെ പെർഫോം ചെയ്യാനുള്ള അപ്പന്റെ റോളായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. ചാന്തുപൊട്ടില് ലാൽ സാർ ചെയ്ത വേഷം രാജേട്ടൻ നാടകത്തില് രാജേട്ടനാണ് ചെയ്തത്. രാജേട്ടനിലൂടെയാണ് ആ മുഴുനീളം കഥ പോയിക്കൊണ്ടിരുന്നത്. സെൻട്രൽ ക്യാരക്ടർ ഇതാണെങ്കിലും കൂടുതൽ പെർഫോമൻസിന് ചാൻസ് രാജേട്ടന്റെ ക്യാരക്ടറാണ്. കാരണം രാജേട്ടനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു നാടകങ്ങൾ ബുക്ക് ചെയ്യപ്പെട്ടിരുന്നതും ആൾക്കാരുടെ ഓഡിയൻസ് മൊത്തം രാജേട്ടന്റെ പെർഫോമൻസ് കാണാൻ. അതുകൊണ്ട് എൻ്റെ കഥാപാത്രം ഒരു ചുരുക്കത്തിൽ അങ്ങനെ പോയിരുന്നാണെങ്കിലും പ്രധാന വിഷയം അതായിരുന്നു മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പം ഈ നമ്മൾ തൊമ്മൻ മക്കളിലേക്ക് വന്നാല് അച്ഛൻ കഥാപാത്രങ്ങൾ അന്ന് നമുക്ക് ഇഷ്ടം പോലെ ഉള്ള ഒരു സമയമാണ്. ഇവിടെ ഒരു മെയിൻ സ്ട്രീം സിനിമയിലെ മെയിൻ സ്ട്രീം അച്ഛൻ കഥാപാത്രങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുന്ന സമയത്ത് അന്ന് ഈ രാജേട്ടനിലോട്ട് ഈ കഥാപാത്രം എത്തിപ്പെട്ടതിന്റെ ഒരു വഴി എന്തായിരുന്നു? അതോ നിങ്ങൾ ആലോചിച്ചപ്പോഴേ അതായിരുന്നോ? ഞങ്ങള് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നസെന്റ് ഏട്ടനായിരുന്നു മനസ്സിൽ. ഇന്നസെന്റ് ഏട്ടനെ സമീപിക്കുകയും ചെയ്തതാ. അപ്പോൾ ഇന്നസെന്റ് ഏട്ടൻ അത്രയും ബൾക്ക് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബെന്നിച്ചേട്ടനാ പറഞ്ഞത് അങ്ങനെയാണ് നമുക്ക് രാജേട്ടനെ ആലോചിക്കാം. അങ്ങനെ ഇവര് ഫോണിൽ സംസാരിക്കുക ചെയ്തു. രാജേട്ടൻ രാജേട്ടനെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ അസിസ്റ്റന്റ് ആയിരിക്കുമ്പോൾ തന്നെ 2-3 പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. രാജേട്ടൻ വന്നു, എന്താ പറയുക, കഥയൊക്കെ കേട്ടിട്ട് പുള്ളിക്ക് അങ്ങ് ആവേശമായി. കാരണം നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമുള്ള പുള്ളിക്ക്. ഈ തൊമ്മനും മക്കളും നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞ്, ഷാഫി ഇതെൻ്റെ 505ാമത്തെ സിനിമയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞെട്ടിപ്പോയി. വളരെ കുറച്ച് കാലമല്ലേ ആയിട്ട് വന്നിട്ട്, 20 കൊല്ലം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 15-20 വർഷം. അപ്പോൾ പുള്ളി തമിഴിലും തെലുങ്കിലും ഒക്കെ അത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 505 പടങ്ങളിൽ അഭിനയിച്ചതിൽ എടുത്ത് പറയാനായിട്ട് എനിക്ക് 3 കഥാപാത്രങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു.
ഒന്ന് അനിയമ്പാവ, ചേട്ടമ്പാവയിലെ അനിയമ്പാവ, പിന്നെ കാർലോസ്, പിന്നെ തൊമ്മനും മക്കളും. അതിലെനിക്ക് തോന്നിയത് പുള്ളിക്ക് മനസ്സുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തൊമ്മനും മക്കളും ആണെന്നാണ് തോന്നിയത്. തൊമ്മനും മക്കളുടെ കഥാപാത്രമാണ്. അത് പറയാം ഏതോ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പറയുകയും ചെയ്തു. കാരണം ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആദ്യം ഞങ്ങളുടെ ഉദ്ദേശിച്ച ഒരു ഗെറ്റപ്പ് വേറെ ആയിരുന്നു. മുടി വെട്ടി വല്ലാത്തൊരു പോലെ മുടി പല ടൈപ്പ് വെട്ടി. അവസാനം രായേട്ടൻ പറഞ്ഞു ഞങ്ങൾ മുട്ട അടിച്ചേക്കാൻ പറഞ്ഞു. മുട്ട അടിച്ച് ആ മീശയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഓമനത്തെ വന്നു അല്ലേ ആ തൊമ്മന്. ഒരു തൊമ്മൻ്റെ ഒരു കഥാപാത്രത്തിന് മൊത്തത്തിലൊരു കുസൃതി ഉണ്ടല്ലോ. പിന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പുറത്ത് മമ്മൂക്കയും ഇപ്പുറത്ത് ലാലേട്ടൻ നിൽക്കുക. ടൈറ്റിൽ റോളാണല്ല തൊമ്മനും മക്കളിലെ തൊമ്മനാണ്. അപ്പൊ അത് പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു അതില്. കാരണം പുള്ളി പറയും അവൻ തന്ന ഗുരുദക്ഷിണയാണ് എനിക്ക് ആ കഥാപാത്രം എന്നൊക്കെ പറയാറുണ്ട് പല ഇന്റർവ്യൂലും. അല്ല, അത് അത്ര ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്തോട്ടോ. അതെ, നമുക്കിപ്പോ വേറെ ആൾക്കാരെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ അത് ചില ക്യാരക്ടറുകൾ അങ്ങനെ കറങ്ങിവന്ന് വീഴും. അത് അദ്ദേഹത്തിന് വെച്ച വേഷമായിരുന്നു. അത് അതുപോലെ അതില് എല്ലാ ഇമോഷൻസും ഉള്ളതാണ്, എല്ലാ സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ട്, വലിയ സെന്റിമെന്റ്സ് ഉള്ളതാണ്, എല്ലാ ഇമോഷൻസും ഉള്ളതാണ്, വലിയ നർമ്മമുള്ള വേഷമാണ് അല്ലേ. ഒരു ടൈലന്റ് സീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയുടെ മേളിലേക്ക് നടന്നു. അപ്പൊ ഈ രാജേട്ടന്റെ 2 കാലിലും നീരാ. പക്ഷെ ഞാൻ ചോദിച്ചു രാജേട്ടനോട് ചോദിച്ചു ഇത് കയറാൻ പറ്റുമോ? കാരണം ഞങ്ങൾ രാവിലെ ഷൂട്ട് പ്ലാൻ ചെയ്തു. കാരണം വെച്ചാൽ വെയിൽ മൂക്കുന്നതിന് മുമ്പ് രാജേട്ടൻ പറഞ്ഞു ഞാൻ കയറാം എന്ന് പറഞ്ഞു. അതിന് താഴത്തുനിന്ന് ഷൂട്ട് ചെയ്ത് 1 മണിക്കൂർ കൊണ്ട് മുകളിലേക്ക് എത്തിയത്. പക്ഷെ പുള്ളി നമുക്ക് ഒരു കാലിന് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ആളായിട്ട് നമുക്ക് തോന്നുകയില്ല. ആ സമയത്ത് കാലിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ വേദന കൊണ്ടാ പുള്ളി ആ ഒരു ഡയലോഗ് തന്നെ കഴിഞ്ഞിട്ടാണ് ഈ പണ്ടാറ മലക്ക് അറ്റവും ഇല്ലേ എന്നൊക്കെ ചോദിച്ചത്. ഡബിങ്ങിൽ കയറ്റിയാ പുള്ളി. പിന്നെ ഡാൻസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ഡാൻസ് ഒക്കെ ചെയ്യുമ്പോ ഇതൊക്കെ കാലിന്റെ സംഭവമൊക്കെ മറന്നു പോകും. ചവിട്ടുനാടകത്തിന്റെ സ്വഭാവത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞതിന്റെ ഇടയിലാണ് ഞാൻ എനിക്ക് നമ്മളിങ്ങനെ ചാനൽ മാറ്റുമ്പോ ഏതൊക്കെയോ തെലുങ്ക് പടത്തിലും തമിഴ് പടത്തിലും ഒക്കെ വലിയ വലിയ കാറൊക്കെ വന്ന് നിർത്തിയിട്ട് മന്ത്രി, MP, MLA പുള്ളിനെ കളിയാക്കി പറയായിരുന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു മുറുക്കാഞ്ചൊല്ലും തരൂർക്ക് തോക്കും തരുമെന്ന് പറയും. ഏത് റോൾ അത്ര അങ്ങനത്തെ സ്ഥിരം അരശ്യൽവാദി. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയാം ചേട്ടാ മാറിയൊക്കെ ഒന്ന് കളിക്കണം ഈ ഒരു ടൈപ്പ് റോള്. എടാ എന്നെ കാണുമ്പോ തന്നെ മുറുക്കാഞ്ചൊല്ലും തോക്കും എടുത്ത് നോക്കും, ഞാൻ എന്ത് ചെയ്യാനാണ്, നീയൊക്കെ എഴുതി വേറെ അതിലൊക്കെ എഴുതുന്നൊക്കെ പറയുമായിരുന്നു. ജെന്റിൽമാൻ സിനിമയിലുണ്ടെന്ന് തോന്നുന്നു. ജെന്റിൽമാനില് വിനീതിന് അഡ്മിഷൻ കൊടുക്കാത്ത ഏതോ മന്ത്രിയോ സാറോ ഒക്കെ ആയിട്ട് അന്ന് കണ്ട പോലെ ഓർമ്മയുണ്ട്. കുറെ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അഴകിയ രാവണയിൽ ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ റോളായിരുന്നു. സെന്റിമെന്റ്സ് ഒക്കെ ഭാനുപ്രിയയുടെ അച്ഛൻ വളരെ ഒന്ന് മാറി ചെയ്ത വേഷവരായിട്ട് അത് വളരെ നന്നായിട്ട് ചെയ്തത്. സെന്റിമെന്റ്സും ഭയങ്കര പാവമായിട്ടുള്ള ഒരു അച്ഛനായിട്ട് അയാളുടെ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. പിന്നെ ചില വേഷങ്ങൾ നമ്മളിപ്പോ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് വളരെ ആവശ്യത്തിൽ കൂടുതൽ വയസ്സായ ഒരാളായിട്ട് നമ്മുടെ ആലഞ്ചേരി തമ്പ്രാക്കളിലോ മറ്റോ ആനിയുടെ കൂട്ടത്തില് വടിയൊക്കെ കുത്തിപ്പിടിച്ച് വളച്ചു കിടക്കുന്ന ഒരു അപ്പൂപ്പനായിട്ടുണ്ട്. ഒരുപാട് പിന്നെ ഈ അച്ചാമ്മക്കുട്ടിയുടെ അതില് സെൻട്രൽ ക്യാരക്ടറാണ് അച്ചായനായിട്ട്. അത് രാജേട്ടൻ തന്നെ ഡയറക്ട് ചെയ്ത പടമാണ്. അതിന്റെ രസം എന്ന് വെച്ചാല് എന്റെ നാടകം തന്നെയാണത് അച്ചാമ്മക്കുട്ടിയുടെ അച്ചായൻ. അത് നമ്മുടെ നാടകം, എന്റെ നാടകം. അതിന്റെ റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് തന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇത് സിനിമയാക്കണം, എന്നിട്ട് അച്ചാമ്മക്കുട്ടിയായിട്ട് ശ്രീവിദ്യനെ ഇടണം, മറ്റേ ക്യാരക്ടർ ദേവനെ ഇടണമെന്ന് റിഹേഴ്സലിന്റെ സമയത്ത് വെറുതെ പുള്ളിയുടെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അതേപോലെ തന്നെ സംഭവിച്ച് പുള്ളി അതുപോലെ തന്നെ ആ ആഗ്രഹം സാധിച്ചു. ഡയറക്റ്റ് ചെയ്തു, ശ്രീവിദ്യനെ കാസ്റ്റ് ചെയ്തു, ദേവേട്ടൻ തന്നെയാണ് മറ്റേ റോളും ചെയ്തു. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒരു ഇച്ഛാശക്തിയോട് നേടിയെടുത്തിട്ടുള്ള ഒരാളാണ് രാജേട്ടൻ. രാജൻ പി ദേവ് സാറിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് നർമ്മ ചിത്രങ്ങൾ, സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ രചന നിർവഹിച്ചിട്ടുള്ള പ്രിയപ്പെട്ട മെക്കാട്ടിൻ സാർ ഓർക്കുന്നു. രാജേട്ടനെ ഞങ്ങൾ ആദ്യമായി അഭിനയിപ്പിക്കുന്നത് ഞങ്ങളുടെ ആദ്യത്തെ ചിത്രത്തിൽ തന്നെയാണ്, പുതുക്കോട്ടയിലെ പുതുമണവാളൻ. അതിൽ ഒരു പിടികൊടുക്കാത്ത ഒരു ക്യാരക്ടറെയാണ് നമുക്ക് വേണ്ടത്. അഭിനയം കൊണ്ട് ഒരിക്കലും തിരിച്ചറിയാത്ത, വില്ലനിസം തിരിച്ചറിയാത്ത രീതിയിൽ വർക്ക് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. അത് ഞങ്ങൾക്ക് തോന്നിയത് അത് രാജേട്ടൻ തന്നെയാണ് ബെസ്റ്റ്. കാരണം രാജേട്ടൻ എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിളായി അഭിനയിക്കാൻ പറ്റും. അതിപ്പോൾ കോമഡി വേണോ സീരിയസ് വേണോ എന്ത് വേണമെങ്കിലും രാജേട്ടന് വളരെ ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അനിയമ്പാവ ചേട്ടമ്പാവയുടെ ആ ക്യാരക്ടർ മനസ്സിൽ വന്നപ്പോൾ തന്നെ രാജേട്ടനാണ് വന്നത്.
കാരണം അതിനകത്തൊരു പ്രത്യേക ലാംഗ്വേജ് വേണം. ഈ ക്യാരക്ടറിന് അതിൻ്റേതായ ചില ലാംഗ്വേജ് ആവശ്യമാണ്. അത് രാജേട്ടനെ സാധിക്കുകയുള്ളൂ. അദ്ദേഹമേ ആ ലാംഗ്വേജ് അതുപോലെ പ്രസൻറ്റ് ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി ഉള്ളൂ. അത് ചില നേരത്തല്ല, ഓൾമോസ്റ്റ് ഒരു തറയായിട്ട് അഭിനയിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാൻ രാജേട്ടന് നല്ല വ്യക്തമായിട്ടറിയാം. അതേസമയം ചില നേരം അതിൻ്റെ ഗൗരവം വരണം, അതും ചെയ്യും. അപ്പോൾ ഒരു വെർസറ്റൈൽ ആർട്ടിസ്റ്റ് ആയിരുന്നു രാജേട്ടൻ. നാടക രചന, നാടക സംവിധാനം, ഇതൊക്കെയായി വന്ന ഒരാളാണ്. നാടക ലോകം തൊട്ടേ എനിക്ക് രാജേട്ടനെ പരിചയമുണ്ട്. ജൂബിലിയുടെ എല്ലാ നാടകങ്ങളും സംവിധാനം ചെയ്യുന്നത് രായട്ടനാണ്. രായട്ടൻ ത്രൂ ഔട്ട് ജൂബിലിയുടെ നാടകങ്ങളെല്ലാം സംവിധാനം ചെയ്തേക്കുന്ന രായട്ടൻ. അപ്പം സിനിമയിൽ പോപ്പുലർ ആയ ശേഷവും ട്രൂപ്പ് സജീവമായിട്ടുണ്ടായിരുന്നു. അതെ അതെ, സിനിമയിൽ അഭിനയത്തിന് തിരക്ക് വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ നാടകങ്ങളാണെങ്കിൽ ക്യാമ്പ് എന്നെ ഏൽപ്പിച്ചിട്ട് പോകും. പുള്ളി ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് ഇടക്ക് വരും. അപ്പം ഞാനുണ്ടെങ്കിൽ പുള്ളിക്ക് ഭയങ്കര വിശ്വാസമാണ്, അവൻ നോക്കിക്കോളും എന്ന് പറയും. എന്നിട്ട് ഞാൻ അസോസിയേറ്റ് ആയിട്ട് ഇന്ന് വർക്ക് ചെയ്യും. പുള്ളി വന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ പോർഷനെല്ലാം പുള്ളി ഒന്നും കൂടി എല്ലാം നോക്കി ഡയറക്റ്റ് ചെയ്തിട്ട് പക്കയാക്കിയിട്ടാണ് നാടകം ഇറക്കുന്നത്. തൊമ്പനും മക്കളുടെ കമ്പോസിങ് നടക്കുന്ന സമയത്ത് അപ്പോൾ പുള്ളി രാജേട്ടൻ്റെ ഒരു സജഷനായിരുന്നു, മറ്റേ പുണ്യവാൻ ഇസ്ഹാക്കിനുണ്ടായി രണ്ട് മക്കൾ. ആ ഒരു 4 വരി പുള്ളി അത് ഈ ചാന്തുവട്ടിന്റെ നാടകത്തെ കുറിച്ച് പറഞ്ഞല്ല, അറബിക്കടൽ അത്ഭുത വിളക്കും. അതില് രാജേട്ടന്റെ ക്യാരക്ടർ എൻട്രി ചെയ്യുന്നത് വെള്ളമടിച്ച് ഫിറ്റായിട്ട് ഈ പാട്ടിന്റെ ആദ്യ വരി പാടിയിട്ടാണ്. ഈസകാകനുണ്ടായി 2 മക്കൾ എന്ന് പറഞ്ഞിട്ട് ചവിട്ട് നാടകത്തിന്റെ സ്റ്റെപ്പ് ചെയ്തിട്ടാണ് ആ നാടകത്തില് എൻട്രി ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സാധനം എന്റെ മനസ്സിലും ഈ നാടകത്തിലുള്ളതുകൊണ്ട് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ രായേട്ടൻ പറയടാ, ആ ചവിട്ട് നാടകത്തിന്റെ സാധനം അതിൻ്റെ അകത്ത് തൊമ്മലിൽ എങ്ങനെയെങ്കിലും കേട്ടിട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ പാട്ട് ഞാൻ അലക്സ് പോളിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ചവിട്ട് നാടകത്തിൻ്റെ, ഞങ്ങൾ നാടകത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ആ ഒരു വൈത്താരി പോലെ അത് പറഞ്ഞു കേൾപ്പിച്ച് അതിൽ നിന്നാണ് അലക്സ് പോൾ ഈ സംഭവം ഉണ്ടാക്കിയത്, ഈ പാട്ടിൻ്റെ ഉണ്ടാക്കി. അത് നാടകത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ് അതും വന്നത്. അല്ല, അത് ഒരു വേറൊരു മിടുക്കുണ്ടോ. നമ്മളിപ്പോൾ നാടകം പഠിച്ച ആളോ ഡാൻസ് പഠിച്ച ആളോ മിമിക്രി ചെയ്യുന്ന ആളോ ഒക്കെ ഇത് സിനിമയിൽ ഏറ്റവും കറക്റ്റായ സ്ഥലത്ത് വേണ്ട രീതിയിൽ വേണ്ട പോലെ അല്ല ഉപയോഗിക്കുന്നെങ്കിൽ ഭയങ്കര അടിയും. ഇത് എല്ലാം നമ്മളെല്ലാ അഭിനയം എന്നൊക്കെ പറയുമെങ്കിൽ ഇത് പലതായതുകൊണ്ട് എവിടെ എന്ത് പണ്ട് ചെയ്തൊരു സാധനം കയ്യിലുള്ളത് കൃത്യമായിട്ട് കൊണ്ട് പോസ്റ്റ് ചെയ്യാന്നുള്ളതൊരു. പിന്നെ തൊമ്പന്റെ ക്യാരക്ടർ വെച്ചിട്ട് അത് കറക്റ്റാണ്. തൊമ്പൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ ക്യാരക്ടറാണ്. അയാളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഒരു ചവിട്ട് നാടകത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടും കണ്ടുവെക്ക അറിവുള്ള ഒരാളാക്കി ചിലപ്പോൾ ഇയാള് അത്യാവശ്യം കളിച്ചിട്ടുള്ള ആകാളം. അതാണ് ആ സ്റ്റെപ്പൊക്കെ വെക്കുമ്പോൾ തന്നെ നല്ല താളത്തിൽ 3 കൂടിയൊക്കെ ആ സ്റ്റെപ്പ് വെക്കുന്നൊക്കെ നല്ല രസമാണ്. ഞാന് പുള്ളി കൊണ്ട് പാടിച്ചിട്ട് എഴുതിയെടുത്തു, പുള്ളിക്ക് ആ വരികൾ ഓർമ്മിട്ട് അത് വെച്ചിട്ടാണ് പിന്നെ ശരത്ത് ബാക്കി എഴുതിയത്. ശരത്തായിരുന്നു. ഒന്നാമൻ യാക്കോവും രണ്ടാം ഇസഹാക്ക് ഉണ്ടായി 2 മക്കൾ, ഒന്നാമൻ യാക്കോവും രണ്ടാമൻ ഇസഹാക്കും. അതുകൂടാണ്ട് ലോലിപോപ്പ് എന്ന് പറഞ്ഞ ഒരു പടത്തില് ഞങ്ങൾ 2 എഴുതിട്ട് വെനിച്ചേട്ടൻ എഴുതി, ഞാൻ ഡയറക്റ്റ് ചെയ്ത. അതില് രാജേട്ടൻ ഒരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഒരു വേറൊരു ടൈപ്പ് ഭയങ്കര പൈസക്കാരനായിട്ടുള്ള ഒരു അച്ഛൻ്റെ ക്യാരക്ടർ. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രാജേട്ടന് അസുഖങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കാഴ്ച ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാജേട്ടൻ അഭിനയിക്കുമ്പോൾ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഒരു ദിവസം ഈ ബെന്നിച്ചേട്ടൻ എന്ത് ചെയ്ത് ഭാവനയെ കൊണ്ടുവന്നിട്ട് രാജേട്ടനെ തൊട്ട് മുമ്പിൽ നിർത്തി, ഇത്ര അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇതാരാന്ന് പറയുന്നത്, ഒന്ന് പോടാ അവിടുന്ന്, ഇത് എനിക്കറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് റോമ അഭിനയിക്കുന്നുണ്ട്. റോമ തമിഴാണ് ലൊക്കേഷനിലൊക്കെ സംസാരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, നീ പേസാമേരിന്ന് ഞാൻ പതുക്കെ എന്ന് പറഞ്ഞു. പരായേട്ടൻ ഇത് റോമ നമുക്കറിയാം. അപ്പൊ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും പുള്ളിക്ക് തിരിച്ചറിയുന്നില്ല. പക്ഷെ പുള്ളി പറയില്ല. അത് കഴിഞ്ഞിട്ട് റാഫിക്കയുടെ പടത്തിൽ അഭിനയിച്ചപ്പോഴും പുള്ളിക്ക് കാഴ്ചക്ക് പ്രശ്നമുണ്ടെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യേയില്ല. അത് ആ ഡയലോഗ് ഒക്കെ കടപടം പഠിച്ചിട്ട് പുള്ളി പെർഫോമൻസ് ചെയ്യുക. ഇങ്ങനെ തൊടണം, ആ ലിപ്പ് വരുമ്പോൾ ഒന്ന് തൊട്ടേക്കെന്ന് പറയും. അപ്പൊ ഞാനാണ് പലപ്പോഴും ഡബിങ്ങിന് ഇരിക്കുന്നത്. അപ്പൊ ആ കാഴ്ചയുടെ പ്രശ്നമുള്ളത് നമുക്കറിയാമല്ല. പക്ഷെ അത് ലിപ്പ് നോക്കി സിങ്ക് ആകാനായിട്ട് പുള്ളിക്ക് ബുദ്ധിമുട്ട് ആ ടൈമിങ്ങിലൊന്നും തൊട്ട് കഴിഞ്ഞാൽ കറക്റ്റ് മീറ്ററിൽ പുള്ളി ഡബ് ചെയ്യും. പുള്ളി പറഞ്ഞ ഒരു ഓർമ്മയുണ്ടാവും ഏത് മീറ്ററിലാണ്. പക്ഷെ ആ ലിപ്പ് ഒന്ന് തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഞങ്ങൾ അന്ന് രാജേട്ടനോട് പറഞ്ഞ ഒരു
ബ്രേക്ക് എടുക്കാനായിട്ട്. ഒരു 5-6 മാസം 1 വർഷം ബ്രേക്ക് എടുത്തിട്ട് ചികിത്സിച്ച് അസുഖങ്ങളൊക്കെ മാറ്റിയിട്ട് ഒന്ന് അങ്ങനെ അധികം പ്രായമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇല്ലില്ല. അപ്പോൾ പുള്ളി പറഞ്ഞ വെച്ചാൽ അസുഖമായിട്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഔട്ടായി പോകും എന്ന് പറഞ്ഞിട്ട് പുള്ളി എത്ര വയ്യെങ്കിലും പുള്ളി വന്നിട്ട് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണെന്നറിയില്ല, ക്യാരക്ടർ അങ്ങ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു എനർജിയാണ്. എനർജി ഉണ്ട്. താത്തി കളിച്ചാലും ഉച്ചത്തില് മോഡുലേഷൻ നമ്മൾ ഡയലോഗ് താത്തി പറഞ്ഞിട്ട് നാടകത്തിനും പണ്ട് ഈ ഒരു മൈക്കുമേല് എത്ര പതുക്കെ പറയുന്ന സീനാണേലും ഇത് അവിടം വരെ എത്തിക്കണം എന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വളരെ താഴ്ത്തി പറയേണ്ട ഡയലോഗുകൾ നമുക്ക് കേൾക്കാവുന്നതിനപ്പുറത്ത് താഴ്ത്തി പറയില്ല. ഇപ്പൊ സ്ഫടികത്തിലെ തോമയ്ക്ക് വേണ്ടി സ്ഥിരം വാദിക്കുന്ന മാമൻ ക്യാരക്ടർ എന്ന് പറയുന്നതൊക്കെ നമുക്ക് നല്ല രസം തോന്നുന്ന കഥാപാത്രങ്ങളാണ്, ഇഷ്ടപ്പെടുന്ന റോളാണ് നമുക്ക്. ഇനി ഇതിലെ ചോക്ലേറ്റിലെ അച്ഛൻ, ചോക്ലേറ്റില് ലൈറ്റ് ഹ്യൂമർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റിന്റെ ക്ലൈമാക്സ് എത്തുമ്പോഴും അല്ലാതെ നമുക്ക് ഒരു ചെറിയ ഹ്യൂമറുള്ള, അതാണ് ഹ്യൂമറും വില്ലനും അല്ലാത്ത ക്യാരക്ടറുകളും ഒക്കെ ആയിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു കെട്ട് കഥാപാത്രങ്ങൾ പലതരത്തിലുള്ളത് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. രാജേട്ടൻ്റെ ഒളിമാങ്ങാത്ത ഓർമ്മകൾ നമ്മളോട് പങ്കുവെക്കുന്നതിന് വേണ്ടി ഒരുപാട് സിനിമകളിൽ ഒപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ കൂടി നമ്മളോടൊപ്പം എത്തുകയാണ്. ഒരുപാട് സിനിമകളിൽ നമ്മളെ ചിരിപ്പിക്കുകയും നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആൾ, അഭിനേത്രി. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട പൊന്നമ്മ ബാബു. പൊന്നമ്മ ചേച്ചി, സ്വാഗതം. ഓർമ്മയിൽ നിന്നും രാജൻ പി ദേവ് എന്ന് പറയുന്ന ഈ ലക്കത്തിലേക്ക്. ഒരു സജീവ നാടക പ്രവർത്തകനും കൂടി ആയിരുന്നത് കൊണ്ട് പലതവണ സിനിമയെന്ന പോലെ തന്നെ നാടകവും ഇതിൽ പരാമർശിച്ചു വന്നിട്ടുണ്ട്. ചേച്ചിയും നാടകത്തിൽ പെർഫോം ചെയ്തിട്ടുള്ള ആളാണല്ലോ. അതെ. എത്ര നാളുണ്ടായിരുന്നു നാടകത്തിൽ? നാടകത്തിൽ 3 വർഷം. 3 വർഷം പ്രൊഫഷണൽ നാടകത്തിൽ. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു സജീവമായത് പ്രൊഫഷണൽ നാടകത്തിൽ. ആദ്യം ഒരു 15-16 വയസ്സിൽ ഒരു നാടകം, അതെൻ്റെ ഹസ്ബൻഡിൻ്റെ സമിതിയിൽ അന്ന് കളിച്ച് ആ ഒരു വർഷം. പിന്നീട് ഞാൻ വരുന്നത് മക്കളൊക്കെ ഉണ്ടായതിന് ശേഷമാണ് പിന്നെ 3 വർഷം നാടകത്തിലോട്ട് വീണ്ടും വരുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും കാട്ടുകുതിര എന്ന് പറഞ്ഞ നാടകത്തിനെ പറ്റി, അത് കണ്ടതിനെ പറ്റിയും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ആ നാടക സമയത്ത് കണ്ടിട്ടുണ്ടോ, അറിയുകയൊക്കെ ചെയ്യായിരുന്നോ? എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്താണ് കാട്ടുകുതിര ഹിറ്റായി കളിക്കുന്നതും. ഞാൻ നാടകം കണ്ടിട്ടില്ല, എൻ്റെ ശബ്ദരേഖ അന്ന് എല്ലാ അവിടെയുള്ള ആലപ്പുഴ ഉള്ള സ്ഥലങ്ങളിലെ എല്ലാ വീടുകളിലും ടേപ്പ് റെക്കോർഡ് വെച്ചിട്ട് ഈ നാടകം കേട്ടുകൊണ്ടിരിക്കും ആൾക്കാർ. ശബ്ദരേഖ നിങ്ങൾ ഇറക്കുന്നല്ലോ, ഉത്സവപ്പറമ്പിൽ പോയിട്ട് റെക്കോർഡ് ചെയ്യുന്നതല്ലേ? അത് തന്നെ ആരെങ്കിലൊക്കെ എടുത്തിട്ടുന്നതാണ്. നമ്മളെ ഈ ലൈവ് ഒക്കെ ഇട്ട് നമ്മളെ ചെയ്യുന്ന പോലെ അന്ന് പറ്റുന്നതിന്റെ മാക്സിമം. അത് വെച്ചാൽ ഒരു ദിവസം ഒന്നും ഒരു പ്രാവശ്യമൊന്നും ആയിരിക്കില്ല, മിക്ക ദിവസവും അവർ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിത് കേട്ട് അപ്പോൾ ഈ നടനെ പറ്റി നമ്മളിങ്ങനെ ഓർക്കുക. ഇന്ന് രാജേട്ടൻ സിനിമയിൽ വന്നിട്ടില്ല, നാടകം കളിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ എൻ്റെ ഹസ്ബൻഡ് നാടക ഫീൽഡിലുണ്ടല്ലോ. അപ്പോൾ അത് ബാബുച്ചേട്ടനെ അറിയാം, രാജേട്ടനെ. കാരണം അവർ പല നാടകങ്ങളിലും ഇടവേളകളിലൊക്കെ അവർ തമ്മിൽ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല. അന്ന് ഹസ്ബൻഡിന് സമിതി ഉണ്ട്, അപ്പോഴും ഏറ്റുമാനൂർ സുരഭില എന്നും പറഞ്ഞ സമിതി ഉണ്ട് ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് രാജേട്ടനും ബാബുച്ചേട്ടനും ഒക്കെ ഭയങ്കര കൂട്ടാ. എന്നെ കാണുമ്പോൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യാൻ സിനിമയിൽ വന്നതിന് ശേഷം രാജേട്ടൻ. നാടകത്തിന്റെ ആ സമയത്തെ കഥകള് നാടകത്തിനെ പറ്റി പറയാന്നുള്ളത് അല്ലേ? ഇപ്പൊ നമ്മള് പറഞ്ഞു സിനിമയിൽ വന്നത് ഇന്ദ്രജാലത്തിന് മുമ്പ് സത്യസാറിന്റെ പടം പപ്പൻ പ്രിയപ്പെട്ട പപ്പനെ പറ്റി പറഞ്ഞു. എന്നാൽ എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് ഒരു 5-6 പടങ്ങള് ചെറിയ റോളൊക്കെ മൈഡിയർ കുട്ടിച്ചാത്തലുണ്ട്, സഞ്ചാരി, സ്ഫോടനം എന്നൊക്കെ പറയുന്ന സിനിമകളില്, എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്നൊക്കെ പറയുന്ന പടങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങളില്. പക്ഷെ അത് ഇപ്പൊ പോപ്പുലർ ആയതുകൊണ്ട് ഇനി നമുക്ക് കണ്ടുപിടിക്കാന്നുള്ളതേ ഉള്ളൂ. പൊന്നമ്മ ചേച്ചി, രാജൻ പി ദേവ് സാറിന് എന്നാണ് ആദ്യം കാണുന്നത്, പരിചയപ്പെട്ടതോ ഒപ്പം വർക്ക് ചെയ്തത് എന്നൊക്കെ വല്ല ഉണ്ട്? കാരണം വെച്ചാൽ ഞാൻ ഫൈനാൻഷ്യലി നാടകം കളിക്കുകയായിരുന്നു, പിന്നെ നമ്മുടെ സുരഭിലയുടെ നാടകം. ആ സമയത്ത് പ്രൊഡ്യൂസർ വന്നിങ്ങനെ പറയും, ഒരു പടമുണ്ട്, നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നിസാർ സാറ് ഡയറക്റ്റ് ചെയ്യുന്ന ദിലീപിൻ്റെ പടനായകൻ, അതിലൊരു കാര്യം ചെയ്യാം, രാജൻ പി ദേവിൻ്റെ ഭാര്യയായിട്ട് റോളുണ്ട്, അതങ്ങ് ചെയ്യാമല്ലേ. ഞാൻ ഒരു നിമിഷം സ്റ്റക്കായി നിൽക്കുക. കാരണം നാടകത്തിൽ ഇങ്ങനെ ശബ്ദരേഖ ഇതെല്ലാം കേട്ട് മനസ്സിലിങ്ങനെ നമ്മൾ എന്താ കൊച്ചുവാവയൊക്കെ ആയിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുക. രാജൻ പി ദേവ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കിളി പോയി. അപ്പോൾ ഞാനാണ്
ആ ആ ആ ആ, ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വെച്ചു. ഞാൻ പറഞ്ഞു വാവച്ചിട്ടാ രാജമീദേവന്റെ ഭാര്യയായിട്ടാ, എനിക്ക് പേടിയാ. ഞാൻ പറയാം വാവച്ചനോട്, വാവച്ചൻ പറയും രായട്ടൻ പാവുക, നടന്ന് ഈ സ്റ്റേജിലൊക്കെ കാണുന്നൊക്കെ ഉള്ളൂ, സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒന്നും അല്ല, അദ്ദേഹം പാവുക, നീ ധൈര്യമായിട്ട് പോയി അഭിനയിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ പടനായകൻ്റെ സെറ്റിൽ ഞാൻ ചെല്ലുക. ചിലപ്പോൾ രായട്ടൻ ഒരു ചാരുകാസയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നിൻസാർ സാർ പരിചയപ്പെടുത്തുക, ദേ നാടകത്തിൽ നിന്നാണ് വന്നിരിക്കുന്ന രായട്ടൻ്റെ ഭാര്യയായിട്ടാണ്. അപ്പം എന്നെ നോക്കി, എന്താ പേര്? ഞാൻ പറഞ്ഞു ഞാൻ പൊന്നമ്മ. ഹസ്ബൻഡ് ഞാൻ പറഞ്ഞു ബാബു. ബാബു ചേട്ടനെ രായട്ടനറിയാം. ഞാൻ അറിയോ? ഞാൻ പറഞ്ഞ എൻ്റെ ഹസ്ബൻഡ് ബാബക്കാട്ട് ബാബു. ആ ബാബക്കാരൻ്റെ ഭാര്യയാണോ? ആ ബാബു ഞാൻ നല്ല സുഹൃത്തുക്കളാ. അപ്പോൾ എനിക്കൊരു സമാധാനമായി. അപ്പോൾ എന്നോട് കുറച്ച് അകലം കുറഞ്ഞു. ആ അങ്ങനെ കൂടെ അഭിനയിച്ച സമയത്ത് എനിക്ക് ഡയലോഗ്സുകളൊക്കെ ആദ്യം ഞാൻ എന്നാ ചെയ്യുന്നറിയാവോ, നമുക്ക് നാടകത്തിൻ്റെ എക്സ്പീരിയൻസ് അല്ലേ. ഇപ്പം ഒരു ഡയലോഗ് പറയുമ്പം പറയേണ്ടത് മുഖത്ത് നോക്കിയാ നമ്മൾ സംസാരിക്കണ്ടേ. ഈ നാടകം നമ്മൾ മൈക്കിന്റെ മുന്നോട്ടല്ലേ സംസാരിക്കുക. അപ്പം ഞാൻ രായട്ടോട് പറഞ്ഞ ഡയലോഗ് മുന്നോട്ട് നോക്കിയാ പറയണേ ആദ്യം അഭിനയിച്ചപ്പോൾ. അപ്പം കട്ട് ചെയ്തപ്പോൾ രായട്ടൻ പറയുമ്പോൾ ഡയറക്ടർ സാർ പറഞ്ഞു പൊന്നമ്മ അത് പിന്നെ റോങ് ആണ് ചെയ്തത്, തെറ്റാണ്, അത് ഒന്നും എടുക്കണം, രായട്ടൻ്റെ മുഖത്ത് നോക്കി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ രായട്ടൻ പറഞ്ഞു ടെൻഷൻ ആവണ്ട, നമ്മൾ നാടകം അല്ല ഇത് സിനിമയാണ്, അപ്പോൾ അത് എൻ്റെ മുഖത്ത് നോക്കി ടെൻഷൻ ഇല്ലാതെ അങ്ങ് പറഞ്ഞോളാൻ പറഞ്ഞു. ഏറ്റവും വിഷമം വന്ന് രാജേട്ടനൊന്നും ഇല്ലാതെ പിന്നെ ക്ലോസ് എടുക്കുമ്പോൾ കൈ നോക്കി പറയണമല്ലോ ഡയലോഗ്, അതാണ് പറയാനേ അറിയത്തില്ല അങ്ങനെ. അപ്പോൾ ഈ കൈ നോക്കുമ്പോൾ ഞാൻ എങ്ങനെ പറയും? ഇപ്പം രായട്ടന് ടെൻഷൻ വേണ്ട. അപ്പം രായട്ടൻ തന്നെ വന്നത് ഞാനിവിടെ നിൽപ്പുണ്ട്, ഇവിടെ എന്നെ നോക്കി പറഞ്ഞു. അപ്പം ടെൻഷനില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല ടെൻഷനില്ല. അങ്ങനെ രായട്ടൻ വളരെയധികം എന്നെ വളരെ സ്നേഹത്തോടെ എന്നെ പിന്നെ എന്നെ മലയാള സിനിമയിലെ എടി എന്ന് വിളിക്കുന്ന ഒരാളാണ് രായട്ടൻ. എടി പൊന്നമ്മ എന്നാ ഉണ്ടറി, സുഖാണോടി, എടി പാവു ഉണ്ടറി, ഇതിന് മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ എത്രയോ അതിന് ശേഷം എത്രയോ പടം ഞങ്ങള് എത്രയോ പടം ഈ എടി എന്ന് പറഞ്ഞിട്ട് ഈ എടയൊക്കെ ചില സമയത്ത് ഒരാള് തിരിയുന്നവരെയൊക്കെ രായട്ടൻ വിളിക്കും. ഒരിക്കലും സ്ക്രിപ്റ്റില് അതാ സ്ക്രിപ്റ്റിൽ നമ്മൾ ഒരു ഇടയൊക്കെ എഴുതി നമുക്ക് നമ്മൾ സിനിമ ഇട 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 ഇങ്ങോട്ട് നോക്കടാ ഇതൊക്കെ പറഞ്ഞ് എത്രയോ ഇടകളൊക്കെ വെച്ച്. പിന്നെ പുള്ളിക്ക് വേറെ പരിപാടി, ഈ ഉത്സവപ്പറമ്പിലൊക്കെ ചെല്ലുമ്പേ കമ്മിറ്റിക്കാരുടെ ആരെങ്കിലും പോകണമെങ്കിൽ പുള്ളി വെറുതെ 3-4 പേര് വിളിച്ചു പോകും, വേണു ഗോപി എന്നൊക്കെ പറയും. അപ്പൊ ഏതെങ്കിലും പേര് കറക്റ്റായി ശശി വരി തിരിച്ച് എന്നാ ശശിന്ന് ഗോപിന്ന ശശി 3-4 പേര് വെറുതെ അങ്ങോട്ട് വിളിച്ചു പോകും. അതില് ഒരു പേര് കറക്റ്റ് ആയിരിക്കും, പേരിട്ട് വിളിക്കുന്ന. അതെ.